നവീകരണം പൂർത്തിയാക്കിയ പുത്തൂർ പഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രി കെട്ടിടം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. 23 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആയുർവേദ ആശുപത്രി കെട്ടിടം നവീകരണം പൂർത്തിയാക്കിയത്. ആയുർവേദ മേഖലയിൽ ഇന്ന് മികച്ച പ്രവർത്തനമാണ് സർക്കാർ നടത്തുന്നതെന്നും നിരവധി പദ്ധതികൾ ആയുർവേദ മേഖലയിൽ നടപ്പാക്കി വരികയാണെന്നും അസുഖങ്ങളെ ശാശ്വതമായ രീതിയിൽ പരിഹരിക്കാൻ ആയുർവേദത്തിന് കഴിയുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സിനി പ്രദീപ് കുമാർ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശംബരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, HMC മെമ്പർ രാമകൃഷ്ണൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസ്ലിൻ എന്നിവർ സംസാരിച്ചു. ജനനി കാണിക്കുകയാണെങ്കിൽ അവരിവിടെ 5 മാസം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ആയുർവേദ ആശുപത്രി ഇപ്പൊ കണ്ടാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശുപത്രിയായി മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോ നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടത്തിൽ നിന്ന് വിഭിന്നമാക്കി പഞ്ചായത്ത് 23 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നല്ല ഒപ്പിയും അതുപോലെ തന്നെ ഒരു ഫാർമസിയും ആളുകൾ വന്നാൽ ഇരിക്കാനുള്ള സൗകര്യവും സാമാന്യം നല്ല വിധത്തിൽ മുകളിൽ ഒരു നില കൂടി എടുക്കുന്ന വിധത്തിൽ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു NBHന്റെ ഗ്രാന്റ് കൂടി കിട്ടി 20 ലക്ഷം രൂപയ്ക്ക് ഒരു ലാബ് കൂടി തുടങ്ങാൻ പഞ്ചായത്ത് പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. കർക്കിടകക്കഞ്ഞി കൊടുക്കുന്നത് ഉൾപ്പെടെ 4 പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പരിപാടികളുടെയൊക്കെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട ഡോക്ടർമാരോ ആളുകളോ പറയും. ആയുർവേദ രംഗത്തേക്ക് കൂടുതൽ ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. സഡനായിട്ടുള്ള റിയാക്ഷനുകൾക്ക് അലോപ്പതിയും പിന്നെ പതുക്കെയുള്ള ചികിത്സയ്ക്ക് ആയുർവേദവും എന്ന സ്ഥിതി മാറി ഏറ്റവും പെട്ടെന്ന് ചികിത്സയ്ക്ക് ഫലമുണ്ടാകുന്ന രംഗത്തേക്ക് കൂടി ആയുർവേദം കടന്നു വന്നതിന്റെ ഗുണഫലങ്ങൾ എല്ലാവരും അംഗീകരിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ എല്ലാം അംഗീകരിക്കുന്ന ഒരു ചികിത്സാ സംവിധാനം എന്ന നിലയിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യം അനുദിനം മുന്നോട്ട് കടന്നു വരികയാണ്. സ്വാഭാവികമായിട്ടും പുത്തൂർ അഥവാ വെട്ടുകാടുള്ള ജനറൽ ആശുപത്രിയിലുമൊക്കെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിട്ടുള്ള അലോപ്പതി ആശുപത്രികളും ഉൾപ്പെടെ ആ വിധത്തിലുള്ള സംവിധാനങ്ങളെല്ലാം കൊണ്ടുവരുന്നത് പഞ്ചായത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം ഈ കാര്യം പ്രൊജക്റ്റുകൾ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ നടക്കാവുന്ന വിധത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കി പഞ്ചായത്ത് എന്നറിയുന്നതിലുള്ള പ്രത്യേക സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ആ വിധത്തിൽ ഈ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന പഞ്ചായത്തിനെ പ്രത്യേകമായി കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.